പീതാംബര പട്ട് ചാർത്തിയ പ്രകൃതി എന്നാണ് വിഷുക്കാലത്തെക്കുറിച്ച് പഴമക്കാർ പറയാറുള്ളത്. ഒരു വിഷുക്കാലത്തിന്റെ കൂടി വരവറിയിച്ച് മീനച്ചൂടിൽ പൂത്തുലഞ്ഞ കണിക്കൊന്നകൾ നാടാകെ നിറഞ്ഞു കഴിഞ്ഞു. കൊന്നപ്പൂക്കൾക്ക് നമ്മുടെ കണിയിൽ ഇത്ര പ്രാധാന്യം വന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? കോഴിക്കോട് നിന്നും ദിലിഷ തിലകൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിഷു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വന്നെത്തുന്നത് കണിക്കൊന്നയുടെ ചിത്രമാണ്. കണിക്കൊന്നയില്ലാതെ ഒരു വിഷുക്കണിയും പൂർണ്ണമാകില്ല എന്നാണ് വിശ്വാസം. ഈ കൊന്നയ്ക്ക് ഇത്രയധികം പ്രാധാന്യം വന്നതിന് പിന്നിൽ വടക്കൻ കേരളത്തിൽ ഒരു കഥ പ്രചാരത്തിലുണ്ട്. വെയിലത്ത് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. മഞ്ഞപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന മരത്തിൽ പച്ചിലകളുമില്ല. ചുറ്റുമുള്ള കരിഞ്ഞു തുടങ്ങിയ മരങ്ങളടക്കം അല്പമൊന്ന് അസൂയ കലർന്ന ഭാവത്തോടെയാണ് കൊന്നപ്പൂക്കളെ നോക്കുന്നത്. എങ്ങും മനസ്സിനെയും കണ്ണിനെയും ഒരുപോലെ കുളിരണിപ്പിക്കുന്ന കണിക്കൊന്ന പൂക്കാലമാണ്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ ബാലിയെ വധിച്ചത് ഒരു കൊന്നമരത്തിന്റെ പുറകിൽ നിന്നായിരുന്നത്രേ. അങ്ങനെ ഈ മരത്തിന് ബാലിയെ കൊന്ന മരം എന്ന പേര് വീണു. തുടർന്ന് ആളുകൾ കൊന്നമരം എന്ന് വിളിക്കാൻ തുടങ്ങി. ദ്വാപരയുഗത്തിൽ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു. ഇങ്ങനെയാണ് കണിക്കൊന്ന വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയത്. കൊന്നപ്പൂക്കളാൽ അലങ്കരിച്ച കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഒരു കൊന്നമരത്തിൻ്റെ പിറകിൽ നിന്നാണ് ശ്രീരാമൻ ടെംപ്റ്റേഷൻ, ബാലിശമായ ചിന്ത, നെഗറ്റീവ്, അതിനെ നിഗ്രഹിച്ചത്. അതോടുകൂടി ഈ കൊന്നമരം പൂത്തു. അതിൽ മുഴുവൻ ഓങ്കാര പുഷ്പങ്ങൾ ഉണ്ടായി. എപ്പോൾ പോസിറ്റീവ് വരുന്നോ ആ സമയത്ത് ഏറ്റവും സന്തോഷിക്കുന്നത് കൊന്ന മരമാണ്. അതിൻ്റെ നിറം തന്നെ മഞ്ഞ ആണ്. ഈ കാരണം കൊണ്ടാണ് കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കൊന്നമരം എന്ന് പറയാറുണ്ട്. കൃഷ്ണൻ്റെ കിങ്ങിണിയാണത്രേ കൊന്നപ്പൂക്കൾ. വിഷുവിന് ഒരൽപ്പം നേരത്തെ തന്നെ കണിക്കൊന്ന പൂക്കാറുണ്ട്. ഇടവപ്പാതിയുടെയും തുലാവർഷത്തിന്റെയും ഏറ്റക്കുറച്ചിലിനനുസരിച്ച് അല്പസ്വല്പം വ്യത്യാസപ്പെടും. ഇക്കുറിയും തെരുവീഥികളെല്ലാം മഞ്ഞപ്പട്ടണിഞ്ഞിരിക്കുന്നു. ഈ കൊന്നകൾ ഇങ്ങനെ പൂത്തുലയുന്നത് ഓരോ മലയാളിയുടെയും ഗൃഹാതുരത്വത്തെ കൂടി വീണ്ടെടുക്കുന്നതാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.